ഗൈസ് വെറൈറ്റി മീഡിയ ഗാനമേളക്കാരെ ഏറ്റെടുത്തെന്ന് തോന്നുന്നു. ഷെയ്ഖാന്റെ തരുന്ന സമയത്ത് ആ പാട്ട് പാടുമ്പോൾ ആ വേരിയേഷൻസ് അത് ആരുടെ ഐഡിയ ആയിരുന്നു? നിങ്ങൾ അവസരത്തിന് വേണ്ടി തല്ലുകൂടാറുണ്ടോ? എന്തിന്? ഇതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഒരു ഫീമെയിൽ സിംഗറെ ഉണ്ട്. പറഞ്ഞില്ലേ ആരെങ്കിലും ഒരാള് വേണ്ട, അഭിനയിക്കാറുണ്ട്. എന്താ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. ചെയ്ത് അത് എംജി സാറ് കണ്ടിങ്ങനെ ടോപ്പ് സിംഗറിനകത്തിട്ടുണ്ട്. അന്നേരം പുള്ളി ശരിക്കും പറഞ്ഞതുകൊണ്ട് ശരിക്കും മുക്കടപ്പ് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇച്ചിരിക്ക് കൊറേ ഫാൻസ് ഇല്ലേ? നിങ്ങൾ തന്നെ കണ്ടെത്തിയ രസങ്ങൾ പണ്ട് കാണിച്ചൊരു ജോക്കറിന്റെ ഉണ്ടല്ലോ. സിഗ്മ ഉണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഗൈസ് വെറൈറ്റി മീഡിയ ഗാനമേളക്കാരെ ഏറ്റെടുത്തെന്ന് തോന്നുന്നു. ഞാൻ ഇവരുടെ പെർഫോമൻസ് കണ്ട് എന്റെ ഇൻട്രോ പറയാൻ പോലും മറന്നുപോയി. ഹലോ ഹായ് ഹായ്. ഇദ്ദേഹത്തിന് ഇത്ര വെയിറ്റ് ഉണ്ട്. അന്ന് ചെയ്തപ്പോ ഇത്ര വെയിറ്റ് ഇല്ലായിരുന്നു. ഇന്നിപ്പോ ഇച്ചിരി വെയിറ്റ് കൂടിയോന്ന് എനിക്ക് തോന്നി. കൈ നല്ല വേദന എടുത്തല്ലേ പൊക്കിയപ്പോ? ലാസ്റ്റ് പൊക്കി ഇറക്കിയിട്ട് കൈ ഇങ്ങനെ നോക്കുമായിരുന്നോ? എന്താ നിങ്ങളുടെയൊക്കെ പേര്? എന്റെ പേര് അഖിൽ. അഖിൽ, അജിൽ. നിങ്ങള് ബ്രദേഴ്സ് ആണോ? ഞങ്ങള് മൊത്തം പേരും കസിൻസാ. നിങ്ങൾ എല്ലാരും കസിൻസ് ആണോ? എല്ലാരും നമ്മക്കൊണ്ട് കുറെ കസിൻസ് ഒരു ഗുണമില്ല. ഞങ്ങള് മൊത്തം ഗുണമുള്ള കസിൻസ്. അജിൽ, അഖിൽ, ദേവൻ, ലക്ഷ്മി, ശരത്. ഓക്കെ, ഇന്ന് രണ്ടുപേരും കൂടെ വിളിക്കാം. ഓക്കെ. സർഗ, പാർവതി, നിങ്ങളുടെ കച്ചമാങ്ങ. എനിക്ക് തോന്നുന്നു എത്ര നാൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? കഴിഞ്ഞ ഓണം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ പെർഫോമൻസിൽ എന്തായാലും ഉണ്ടായില്ലല്ലോ. അപ്പൊ അടുത്തൊരു പെർഫോമൻസ് നമുക്ക് കാണാലോ. നിനക്ക് ഇങ്ങനെ ഭയങ്കര നാണാണോ ഇതിങ്ങനെ പാടുന്ന സമയത്ത്? ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ എല്ലാരും ഭയങ്കര നോക്കി നാണം. ഞങ്ങളൊക്കെ നിക്കുന്നോണ്ടായിരുന്നോ നാണോ? ചെറുതായിട്ട് ഇതേ എന്താ മിണ്ടാത്തെ? എനിക്കാണോന്നില്ല. അത് മനസ്സിലായി നാണല്ലോ. എന്താ മിണ്ടാത്തെന്ന് ചോദിക്കും. ഈ ഓരോ പാട്ട് ഈ പാട്ട് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ആരാ വരുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഓരോ പാട്ട് കേൾക്കുമ്പോ നമ്മളൊക്കെ നോർമലി പാട്ട് എൻജോയ് ചെയ്തായിരിക്കും കേൾക്കുന്നത്. പക്ഷെ നിങ്ങളൊക്കെന്ന് വെച്ചാൽ അതിൽ എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാം എന്നായിരിക്കും അല്ലേ? ഇപ്പൊ ഓരോ പാട്ട് കേൾക്കുമ്പോഴും ശ്രദ്ധിക്കും എന്തെങ്കിലും ഒരു ഇത് അതൊരു വേരിയേഷൻ ഉണ്ടോ ഇങ്ങനെ ശ്രദ്ധിക്കും. നമ്മളിങ്ങനെ കേൾക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഇതാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ചില പാട്ടിനകത്തൊക്കെ. തെങ്കാശി തമിഴ് പെങ്കിളി ചെയ്തിട്ട് അന്നേരം പണ്ട് തൊട്ടേ ഉള്ള ഡൗട്ടായിരുന്നു ഈ ഒരു മൂക്കടപ്പിന്റെ ഒരു സ്ഥിരം കേൾക്കുന്ന എം ജിയുടെ സൗണ്ടിനകത്ത് നിന്ന് കുറച്ച് ഒരു അപ്പോഴേ ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നിയായിരുന്നു. അപ്പൊ ചെയ്ത് അത് എം ജി സാറ് കണ്ടിങ്ങനെ ടോപ്പ് സിംഗറിനകത്തിട്ടുണ്ട്. അന്നേരം പുള്ളി ശരിക്കും പറഞ്ഞതുകൊണ്ട് ശരിക്കും മൂക്കടപ്പ് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കണ്ടാലോ?
കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് അവരുടെ മൂക്കടഞ്ഞ തെങ്കാശി തമിഴ് പൈങ്കിളി കാണാം. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ? അവളില്ലാതെ ഞാനില്ല, കാതിൽ നീ പരിഭവം പറയുമോ? നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. MG സർ പറഞ്ഞു. ഞങ്ങൾ ഒരു വീഡിയോ കാണിക്കാണ്. ഓക്കെ, എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ? അവളില്ലാതെ ഞാനില്ല. ജലദോഷം വന്നിട്ട് പാടിയ പാട്ടാണോ അത്? അതെ അതെ. ഇത് നിങ്ങൾ ആ പ്രോഗ്രാം കാണുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഷെയർ ചെയ്തിട്ട് അറിഞ്ഞാണോ? ഞങ്ങൾ അറിഞ്ഞില്ലേ. ആ, അപ്പൊ ഇങ്ങനെ കണ്ട ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇതവണ കാണിച്ചെന്ന് പറഞ്ഞിട്ട്. അന്നേരം ആ പ്ലേ ചെയ്ത ദിവസം അന്ന് ഇവിടെ കറണ്ട് നാട്ടിൽ മഴയായിട്ട് ഞങ്ങളുടെ നാട്ടില് കറണ്ടില്ല. അങ്ങനെ വേറൊരാൾ വിളിച്ചു പറഞ്ഞതാണ്. അങ്ങനെ നാട്ടിലുള്ള അധികാരം കണ്ടിട്ടില്ല. പിന്നെ രാത്രി കറണ്ട് വന്ന് 12 മണിക്ക് ഇത് പിന്നെ ഇടും. അങ്ങനെ കണ്ട് കൺഫേം ചെയ്തു. പിന്നെ പിറ്റേന്ന് യൂട്യൂബ് വന്നപ്പോ അതിനകത്ത് കട്ട് ചെയ്തിട്ട് എന്തായിരുന്നു ആ ഒരു ഫീൽ? അപ്പോ സിംഗറി കണ്ടതിനെക്കാട്ടിലും കൂടുതൽ MG സാർ അത് കണ്ട് ആസ്വദിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം. ചിലര് വന്ന് കമന്റ് ചെയ്യും നമ്മൾ അവരെ സിംഗേഴ്സിനെ ഇൻസൾട്ട് ചെയ്യുകയാണ്, അവരെ കളിയാക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിംഗേഴ്സ് തന്നെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. വേറെ ഒരു എന്താ പാട്ട് തോണക്ക് സിംഗേഴ്സ് കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട്. വിധിച്ചേട്ടനൊക്കെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ 24 ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് രണ്ടാമത്തെ ഒരു വൈറൽ പോണക്ക് കുഴലൂതും കുന്തനും. അത് വേണുഗോപാൽ സാർ എടുത്ത് പുള്ളിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തു. ഭയങ്കര ആ രീതിയിലങ്ങ് വൈറലായി കയറി. അന്നേരം ഈ 24-നകത്ത് വന്നത് അത് ഞങ്ങൾ കണ്ടില്ല. അത് വേറൊരു പുള്ളി ഇങ്ങനെ സ്റ്റോറി ഇട്ട് ഞങ്ങളെല്ലാം മെൻഷൻ ചെയ്ത് അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ മറ്റേത് ടോപ്പ് സിംഗറിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാം, ഇതിനകത്തുനിന്ന് ന്യൂസിനകത്തുനിന്ന് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. പിന്നെ ന്യൂസ് റീഡർ ഇട്ട കോട്ട് നോക്കി അങ്ങനെ കോട്ടിന്റെ കളർ നോക്കി അങ്ങനെ ഇരുന്ന് കണ്ടുപിടിച്ച് പിന്നെ പോലെ കാണിച്ചുള്ളു. സന്തോഷമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ആ ഒരു പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് വരാം. അനുമതിയുടെ കണം വീണ നെഞ്ചിൽ താളം എന്റെ ജന്മസുഹൃതാമൃതമായി പൊൻകതിരെ ഈ ഒരു പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ഇതും ശരിക്കും അവർ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തൊരു സാധനമായിരുന്നു. നിങ്ങൾ അത് കുറച്ച് കോമഡി ഫണ്ണാക്കി ചെയ്തു. അപ്പൊ അത് എങ്ങനെയാ വന്നത്? ഇപ്പം ഇടയിൽ കയറി പാടുന്ന ഒരു സാധനം നമ്മൾ ഒരിക്കലും അത് ചിന്തിക്കുന്നില്ല പാട്ട് കേൾക്കുമ്പോൾ. എനിക്കും ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടു കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ എന്നുള്ള ഒരു സാധനം. ഇതും അഖിലിന്റെ ഐഡിയ ആണോ? അല്ല, ഈ പാട്ട് ഈ പാട്ട് ആക്ച്വലി ഒരു ഞങ്ങൾ ഒരാൾ സജസ്റ്റ് ചെയ്ത് തന്നെയാണ്. കോമഡി ഒക്കെ ചെയ്യുന്ന പ്രശാന്ത് കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന ഈ കോമഡി ഒക്കെ ചെയ്യുന്ന ഒരു ചേട്ടൻ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നെയാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു പാട്ടിന്റെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ കണ്ടു നോക്കി. അപ്പൊ മനസ്സിലായി ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന ആ ഒരു സാധനം. അങ്ങനെ ആ ഓവർടേക്ക് തന്നെ ചെയ്തു നോക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്തു നോക്കിയതാ. അത് സക്സസ് ആയി. എങ്ങനെ ഉണ്ടായിരുന്നു ഇത് പ്രാക്ടീസ് ചെയ്ത സമയത്ത്? എനിക്ക് തോന്നുന്നു ഇവിടെ ചെയ്യുമ്പോഴും ഭയങ്കര ചിരി നിർത്താൻ പറ്റുന്നില്ല. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തുള്ള നിങ്ങളുടെ ആ ഒരു പരിപാടീസ് ഒക്കെ എങ്ങനെയാ? ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും? ഇല്ല, ഞങ്ങള് എല്ലാവരുടെ കൂടുമ്പോ എപ്പോഴും തമാശയാ കാര്യങ്ങള്. പിന്നെ പറഞ്ഞു തരുമ്പോ അപ്പൊ തന്നെ ചെയ്ത് കാണിക്കും. അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്യും, അത്രേ ഉള്ളൂ. ചെയ്യും. ഏറ്റവും ഫ്ലോപ്പ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരുന്ന ആരാ? ഇപ്പൊ ഈ ഒരു പാട്ട് ചെയ്യാന്ന് പറഞ്ഞ് കൊണ്ടുവരും, പക്ഷെ അത് പറ്റാത്തൊരു പാട്ടായിരിക്കും, അതാരാ? കൊണ്ടുവരും. അവിടുത്തെ അവൾ വീട്ടിൽ ഇരിക്കുമല്ലേ, അപ്പൊ ഇങ്ങനെ കുറച്ച് പാട്ട് നോക്കി വെക്കാൻ പറയും. അങ്ങനെ നോക്കി വെച്ച് കൊണ്ടുവരുന്ന കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ എടുത്തു വെക്കും. പക്ഷെ എടുത്തു വെക്കുമ്പോ നമുക്കൊരു തൃപ്തി കിട്ടാത്ത രീതിയിൽ. അങ്ങനെ കൊണ്ടുവന്ന ഏതൊക്കെ പാട്ടായിരുന്നു? പൊന്നാമ്പൽ പുഴ,
പിന്നെ എത്രയോ ജന്മം അതിനകത്ത് ഒരു കോമഡി ഇല്ല, ഒരു ഫണ്ണില്ലാത്ത സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതല്ല, പാട്ട് പാട്ട് അതിലിപ്പോ നമുക്ക് ഏത് പാട്ട് വേണമെങ്കിലും പറഞ്ഞു സാധനം ഉള്ളത്, സംഗതി ഉള്ളത്, അത് ഇവര് സ്ക്രിപ്റ്റ് ആക്കണം. ഓക്കെ. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എനിക്ക് തോന്നുന്നു പല സെലിബ്രിറ്റീസും ഷെയർ ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സിലൊക്കെ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇട്ടതും പോയതും നമ്മൾ അറിഞ്ഞില്ല. ഫ്ലവേഴ്സിൽ അതിട്ടത് ഞങ്ങൾ അറിഞ്ഞില്ല. കണ്ട ഒരാൾ നമ്മുടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നിങ്ങളെ ഫ്ലവേഴ്സിൽ കാണിച്ച് ടോപ്പ് സിംഗറിൽ കാണിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എപ്പിസോഡ് ഇരുന്ന് കണ്ട് രാത്രി ഈ ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അതിനും രാത്രി ഇരുന്ന് കണ്ടിട്ട് ഇന്ന മിനിറ്റിലാ വരുന്നതെന്ന് പിന്നെ യൂട്യൂബിൽ കയറി അത് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾ ഇത്രയും കസിൻസ് ഉള്ളോ ഫാമിലിയിൽ? നിങ്ങളിപ്പോ ഏതാണ്, അച്ഛന്റെ ഫാമിലിയാണോ അമ്മയുടെ ഫാമിലിയാണോ? അച്ഛൻ്റെ ഫാമിലി എല്ലാരും. ഒരമ്മയും കൂടെ ഉണ്ട്. എന്റെ അച്ഛന്റെ കൊച്ചച്ഛന്റെ മക്കളാ ഇവര് രണ്ടുപേരും. ഇവര് ചേട്ടത്തെ അനിയത്തിയ. ഓ, നിങ്ങൾ റിയൽ ചേട്ടത്തിയാ? ആ, ഓക്കെ. എന്റെ അച്ഛന്റെ പെങ്ങടെ, അതായത് അപ്പച്ചിയുടെ മോനാണ് അവൻ. എന്റെ അച്ഛന്റെ വേറൊരു അനിയത്തി, അതായത് അപ്പച്ചിയുടെ മോന്റെ മോനാണ്. ഓ, കസിന്റെ മോനാണ്. കസിൻ ബ്രദറിന്റെ മോനാണ്. ഇതും കസിൻ ബ്രദറിന്റെ മോനാണ്. ഇവർ രണ്ടുപേരും സിബ്ലിങ്സ് ആണോ? അല്ല, അതും ഇവന്റെ അമ്മയുടെ അനിയന്റെ ചേട്ടന്റെ മോളാണ്. ഓ, കോംപ്ലിക്കേഷൻ. അതങ്ങ് താങ്കളുടെ അച്ഛന്റെ അനിയത്തിയുടെ മോനാണ് അത്. താങ്കളുടെ അച്ഛന്റെ അനിയത്തിയുടെ മോന്റെ മോനാണ് അത്. ആ മോന്റെ അമ്മയുടെ അനിയന്റെ മോളാണ് ഇത്. ഞങ്ങളോ? നിങ്ങള് റിയൽ ലൈഫ് സിസ്റ്റേഴ്സ്. നിങ്ങള് അനിയന്റെ മക്കള്, അച്ഛന്റെ അനിയന്റെ മക്കള്. ഇതാരാ? ദത്തുപുത്രന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള തൊട്ടയൽക്കാരൻ ഞങ്ങളുടെ സുഹൃത്ത്. എന്തിനേതിനും നമ്മളെ കൂടെ നിൽക്കുന്ന സുഹൃത്താണ്. ഓക്കെ ഓക്കെ. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞാൻ വർക്ക് ചെയ്യാ. ആ, വർക്ക് ചെയ്യാണോ? ഞാൻ വിചാരിച്ചാൽ പഠിക്കുന്ന കുട്ടിയായിരിക്കുന്നു. ആ, ഓക്കെ. താൻ എന്താ ചെയ്യുന്നേ? ഞാൻ പഠിച്ചു കഴിഞ്ഞു, വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നില്ല. ആരാ? ചേച്ചി ഇതാണോ? ചേച്ചി. ആ, ഓക്കെ ഓക്കെ. നിങ്ങള് 6ാം ക്ലാസ്സിൽ പഠിക്കണു? 4-ല്. എന്ത് എക്സ്പ്രഷൻസാ ഇതൊക്കെ? എവിടുന്ന പഠിച്ചേ? എന്റെ പപ്പയുടെ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ മോള് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ അപ്പച്ചിയുടെ മോള്, അപ്പച്ചിയുടെ മോള്, ഈ അപ്പച്ചിയുടെ മോള് എന്നെ പഠിപ്പിക്കാറുണ്ട്, വീഡിയോസ് ഒക്കെ എടുപ്പിക്കാറുണ്ട് ടിക്ടോക്കില്. ടിക്ടോക്ക് ഇപ്പോഴുണ്ടോ? അന്നേ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ നിങ്ങൾ രണ്ടുപേരുടെയും കുറെ റീൽസ്, ഇപ്പൊ പാട്ടിന്റെ അല്ലാത്ത കുറെ പെർഫോമൻസ് റീൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലൊരു പെർഫോമൻസ് നമുക്കിപ്പൊ കാണാം. ഓക്കെ. പക്ഷെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? വെറുതെ എന്നിട്ട് ചാടിക്കരുത്. നമുക്കൊന്നുകൂടെ നോക്കാം. താതകണ്വൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഡയലോഗ് പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. എവിടെ എന്റെ തന്ത? താതകണ്ണൻ തപോഭൂവിൽ. താതകണ്വൻ നിന്റെ എവിടെ എന്റെ ഒറിജിനൽ തന്ത? കേക്ക്. ഈ ഡയലോഗ് ഒക്കെ എത്ര സമയം എടുക്കും പഠിക്കാനൊക്കെ? അങ്ങനെയല്ല, മോഹൻലാലായിട്ട് അവിടെ അങ്ങ് ജീവിക്കുമായിരുന്നു. കുറച്ച് സമയം എടുക്കും. എത്ര സമയം എടുക്കും? ഒരു ദിവസമൊക്കെ എടുക്കും. വലിയ വലിയ വീഡിയോകളൊക്കെ ആണെങ്കിൽ ഇച്ചിരി പാടാം. അല്ലാതെ കൊച്ചു കൊച്ചു വീഡിയോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പഠിച്ചു. ഇച്ചിരിക്ക് കുറെ ഫാൻസ് ഇല്ലേ? സ്കൂള് മൊത്തം ലേഡീസ് ഫാൻസാ. ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? സത്യം പറ. അവര് അതെന്താ പറയാ? ദൈവന്റെ ചിരി നല്ല രസമുണ്ടെന്ന് പറയോ? അതല്ല, വീഡിയോ ഒക്കെ കൊള്ളാന്നൊക്കെ പറയും. പിന്നെന്ത് പറയും? പിന്നെ ഈ പല്ല് മറ്റേ ഡ്രാക്കുളയുടെ പോലെ ഈ രണ്ടും അല്ലല്ലേ? പക്ഷെ നല്ല രസമുണ്ട് കാണാൻ, ക്യൂട്ടായിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമല്ല. അയ്യോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്കത് ഇഷ്ടമല്ല. പ്രേതായിട്ട് വേണമെങ്കിൽ അഭിനയിക്കാം. ഇപ്പൊ നിങ്ങള് ഇപ്പൊ എനിക്ക് തോന്നുന്നു പാട്ട് റിയൽ ആയിട്ട് പാടുമല്ലേ?
അല്ലേ? പാടും അഖിലല്ലേ? ആ. അഖിൽ റിയൽ ആയിട്ട് പാട്ട് പാടൂലേ? എല്ലാരും പാടുന്നു ചെറുതായിട്ട്. നിങ്ങൾ എല്ലാരും പാട്ട് പാടും ആ, എല്ലാരും പാടുന്നു. ഇല്ല കൂടുതലും പാടുന്നത്. റിയൽ ആയിട്ടൊരു പാട്ട് കേൾക്കാം. ആ പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാളെ, അക്ഷരപ്പൂവിൽ തേൻകുടം വാർന്നു സുന്ദരി പെണ്ണാളെ, മഴവില്ലിൻ്റെ വർണ്ണങ്ങൾ അനുരാഗത്തിൻ ചായങ്ങൾ, അഴകേഴും നിന്നിൽ കണ്ണും വെച്ച് പൊന്നെ പൊന്നാരെ, പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാളെ, അക്ഷരപ്പൂവിൽ തേൻകുടം വാർന്നു സുന്ദരി പെണ്ണാളെ. കഴിഞ്ഞു. എന്താ ആ പാട്ട് എന്താ ആലോചിച്ച് പാട്ട് കേട്ടപ്പോ? സൗണ്ട് ഇടുന്ന ഭയങ്കര ആരെ ആലോചിച്ചേ? കേട്ടേ ഓയേ നിങ്ങളിപ്പോ നമുക്കിപ്പോ വേറൊരു പെർഫോമൻസ് കൂടി കാണാം. കൊച്ചി രാജാവിലെ നിങ്ങൾ മണിച്ചേട്ടന്റെ ഒക്കെ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കാണാം. അമ്മച്ചിമാരെ ചുമ്മാ നിക്കാതെ ഗർഭിണിമാരെ മുങ്ങാതെ ബസ്സിൽ തൂങ്ങാൻ ഒസുണ്ടോ ചേട്ടാ, വക്കീലെന്ന വക്കാലത്തുണ്ടോ നമ്മടുക്കല മോനെ പന്തളത്തിന് വേണ്ട ഈ പട്ടണത്തിൽ പാഞ്ഞു വരും കട്ടബൊമ്മൻ കൈനൊടിച്ചാൽ കാറ്റടി. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. നേരിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലൊരു കോൺട്രോവേഴ്സി അതിൽ ചെറിയൊരു സാധനം ഉണ്ടായിരുന്നു അല്ലേ? അത് മണിച്ചേട്ടൻ്റെ ഒരു സംഭവം അല്ലാന്നോ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെന്താ ശരിക്കും? അത് ശരിക്കും നമ്മളത് കേട്ടിട്ട് അതിനെക്കുറിച്ച് അധികം അങ്ങോട്ട് തിരക്കിയില്ല. ആരാ പാടി നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മണിച്ചേട്ടനാണെന്ന് നമ്മൾ ഉറപ്പിച്ച് നമ്മൾ ആ മണിച്ചേട്ടൻ്റെ പേരിൽ അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ കമന്റ് ചെയ്തത് മണിച്ചേട്ടനല്ല വേറെ ആളാ പാടിയതെന്ന്. അപ്പോഴാണ് ഒറിജിനലായിട്ടുള്ള ആൾ വന്നിട്ട് ജീമോൻ എന്ന് പറയുന്ന ഒരു ചേട്ടനായിരുന്നു. പുള്ളി വന്നിട്ട് പറഞ്ഞത് ഞാനാ പാടിയതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ് അറിയത്തില്ലായിരുന്നു അങ്ങനെ ചെയ്ത. പിന്നെ നമ്മൾ ക്യാപ്ഷനകത്തൊക്കെ തിരുത്തിയിട്ട് പുള്ളിയുടെ കമൻ്റൊക്കെ പിൻ ചെയ്ത് വെച്ച് കുഴപ്പമൊന്നുമില്ല മെസ്സേജ് അയച്ച് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്നെ ഇപ്പോൾ റിമെമ്പർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത്. ഓക്കെ. നിങ്ങൾ ഗേൾസിന് ഇപ്പൊ കുറെ മെസ്സേജസ് നമ്മൾ നേരത്തെ ചോദിച്ച പോലെ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? ഇല്ല. ഇവർക്ക് എന്തോന്നും വരാത്ത ഫാൻസും ഇല്ല മെസ്സേജും ഇല്ല കമന്റ്സും ഇല്ലാത്ത ആൾക്കാരെ കാണും. നിങ്ങൾക്ക് വരാറുണ്ടോ? അല്ല പറയാതെ പറയാതെയായിരിക്കും. ഇപ്പൊ ഇൻബോക്സ് എടുത്ത് നോക്കി കാണാം. അങ്ങനെ നമുക്ക് ഡെയർ ചെയ്യാം. അങ്ങനെ നമുക്ക് ഓരോ പേഴ്സണായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ആരാധകരൊന്നും ആയിട്ടില്ല. നമുക്ക് കണ്ടന്റിനാണ് ഫാൻസ്, കണ്ടന്റിനാണ് ആ ഒരു റീച്ച് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആ ഗ്രൂപ്പിന്റെ കണ്ടന്റിന് ഇന്ന ആൾക്കാർ പെർഫോം ചെയ്യുന്ന അതൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് കുറച്ച് നവരസങ്ങളുടെ ടാസ്ക് തരാം. ഓരോരുത്തരും ഓരോന്ന് വെച്ച് ചെയ്യണം. എല്ലാരും ചെയ്യണം. സോങ് ബേസ് എല്ലാം തന്നാ ഞങ്ങൾ നോക്കാം. ആക്ട് ബേസ് തന്നു കഴിഞ്ഞാൽ ഞാൻ പുറത്തുണ്ടാവും. കാര്യം മനസ്സിലാക്കി തരാം. എവിടെ തുടങ്ങണം? നടക്കുന്നത് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വേണം അങ്ങോട്ട് വേണം? ശൃംഗാരം. ഇതിന് പശു ഓക്കെ. ഹാസ്യം. ഒന്നുകൂടി കാണിക്കേ. നല്ലോണം. കരുണം. സഹതാപം. എന്നാ വേർത്തരം. കാണിച്ചോളൂ. ഞാൻ കാണിക്കാറ്. ഭയാനകം. പേടി. എന്നോട് കൂടി ഓക്കെ ഓക്കെ അടിപൊളി. കരുണം. ദേഷ്യം ഇല്ലടാ. രൗദ്രം. കണ്ണ് കോർമ്മിക്കും. ദീപത്സം. അതെന്തുവാന്ന് പോലും അറിയത്തില്ല. അറപ്പ്. അറപ്പ്. വാസന വരുന്നില്ലേ? എവിടെ
അത്ഭുതം. ഗോച്ച അത്ഭുതം ഒരാളെങ്കിലും മതിയല്ലോ. ശാന്തം. സ്വസ്ഥ. ഇനി നിങ്ങൾ തന്നെ കണ്ടെത്തിയ രസങ്ങൾ ഓരോരുത്തരും ഓരോന്ന് കാണിച്ചാൽ മതി. പറഞ്ഞത് തന്നെ ചെയ്യാൻ പാടില്ല. ആ, കാണിക്ക്. വെക്കുമേ നീ തന്നെ. അതെന്താണ്? കണ്ടിട്ടില്ല. കൊച്ചിന്റെ ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോ നടന്നു കൊച്ചി ഇങ്ങനെ പോകത്തില്ലേ? നോക്കിയിട്ട് കുറെ നേരം നോക്കിക്കൊണ്ട് എന്നിട്ട് ദേഷ്യപ്പെടുന്നത്. ആ, അതാണ് അത് കാണിച്ചത് വേറെ രൂപ വന്നേ ഉള്ളൂ. അതുകൊണ്ട് കാണിച്ച്. ഓക്കെ, അടുത്തത്. നിങ്ങൾ പണ്ട് കാണിച്ചൊരു ജോക്കറിന്റെ ഉണ്ടല്ലോ. ആ, ആ. ഇങ്ങനെയാണോ? കിരീന്റെ ആണോ? ചെറിയല്ല, കണ്ണിന്റെ അതിന്റെ ആ മുടി മാറ്റി. പേടിച്ച് നിങ്ങളത്. എല്ലാം പിച്ചിയുടെ മോളാലെ പഠിപ്പിക്കണേ. ആ, ഇനി കാണിക്കേ. എനിക്കറിയത്തില്ല. അതിന്റെ ഒരു സിഗ്മ ഉണ്ട്. കാണിയത് സ്റ്റാർ ആവാ. ക്യാമറ നോക്കി ചെയ്യാം. ആ ക്യാമറ ഒന്നുകൂടി കളി. ഓക്കെ, അടിപൊളി. 3 എക്സ്ട്രാ രസങ്ങൾ സൂപ്പർ ആയിട്ടുണ്ട്. രക്ഷപ്പെട്ടു. ഓക്കെ, നമുക്ക് എന്തായാലും നിങ്ങളുടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ സാഗർ ഇലിയാസ് ജാക്കിലെ, അതൊന്ന് കണ്ടിട്ടാ. ഓക്കെ. പ്രണയം മറയുമീ പ്രിയ നിമിഷം. ഓക്കെ, സൂപ്പർ ആയിരുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ പെർഫോമൻസിൽ കാണുന്നത് ലച്ചു ആണല്ലേ? എന്താ വെറുതെ ഇരിക്കുന്നുണ്ടാണോ ക്വസ്റ്റ്യൻ വിളിക്കണേ? എപ്പോഴും അവൈലബിൾ ആണ്. എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആവാൻ പാടില്ല കേട്ടോ. ഇനിയില്ല. കുറച്ച് ജാടയൊക്കെ ആവാം. അപ്പൊ അവസരം കിട്ടത്തില്ല. നിങ്ങൾ അവസരത്തിന് വേണ്ടി തല്ലുകൂടാറുണ്ടോ? എന്തിന്? പറ, പറ, പറ. കുട്ടി പറയാ, കുട്ടി ഒന്നും മിണ്ടാതെ പറ. അതൊന്നുമില്ല, ഞാനില്ലല്ലോ വീട്ടില്. അപ്പൊ ഞാൻ വരുമ്പോ ഞാൻ ചെയ്യണമല്ലോ, അങ്ങനെ ആയിക്കോണല്ലോ. വെച്ചിന് ചെയ്യണം, അപ്പൊ എനിക്ക് ചെയ്യണം. രണ്ടുപേർക്കും കൂടെ അടിയോ. എന്നിട്ട് അവസാനം ഒരു ഫീമെയിൽ സിംഗറിനെ നിർത്താൻ പറ്റത്തുള്ളൂ. അതാണെങ്കിൽ നമുക്ക് ഒരു ഡയറക്ടറെ, മ്യൂസിക് ഡയറക്ടറെ, ഒരു സിംഗറെ നിർത്താം. പക്ഷെ ഫീമെയിൽ ഒരാളെ നിൽക്കാനൊക്കത്തുള്ളൂ. അതായത് ഒരു അമ്മ വഴക്കാവും, ഞാൻ നിൽക്കാനാ നിൽക്കണം. എന്നെ നിർത്തുന്ന വീഡിയോ ഒക്കെ കയ്യിലുണ്ട്, പുറത്തിട്ടിട്ടില്ല, ഇട്ടിട്ടില്ല. എന്താ ഇടാത്തെ? അതിനകത്തെല്ലാം എന്നെ പിടിച്ചു നിർത്തും. അത് മാത്രം സെലക്ട് ചെയ്യും. ഞാൻ എന്നോട് പറഞ്ഞ ഞാൻ നിന്നാ മതി. കുറച്ചുകൂടെ എക്സ്പ്രഷൻ കുറച്ചും കൂടെ ചെയ്യുന്നത് ആറ് ചെയ്യും. കുറച്ച് നെർവസ് ആവുന്നേ ഉള്ളൂ. കുറച്ച് നെർവസ് ഒരു എക്സ്പ്രഷൻ കൊണ്ട് വരാനായിട്ട് നമ്മൾ 2 ടേക്ക് എടുക്കണ്ടേ. പെട്ടെന്ന് ക്യാച്ച്. ഓക്കെ, നിങ്ങളിപ്പോ ഒരു പുതിയ പാട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ അതിൽ ഈ പറഞ്ഞ സെയിം സിറ്റുവേഷൻ ഒരാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ആര് വേണമെന്ന് നിങ്ങൾ വഴക്കുണ്ടാക്കി തർക്കിച്ച് തമ്മിൽ തല്ലി തീരുമാനിക്കണം. അല്ല, ഞാൻ പൊതുവെ ശാന്തശീലം. പക്ഷെ ഇതില് കുറച്ച് വഴക്കുണ്ടാക്കണം. ഇതാ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഒരു ഫീമെയിൽ സിംഗറെ ഉണ്ട്. ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്തോളാം. രക്ഷില്ല. ഞാൻ ചെയ്തോളാം. ആവശ്യം പറഞ്ഞില്ലേ? ആരെങ്കിലും ഒരാള്. ഞാൻ ചെയ്തോളാം. ലച്ചു ആ കുറച്ചും കൂടെ എന്തുവാടേ ഞാൻ വല്ലപ്പോഴല്ലേ വരുന്നേ. എനിക്ക് വേണ്ടേ? വേണ്ട, നീ ചെയ്തോ. ഞാൻ ചെയ്യാം. വില്യൻ അടിക്കത്തില്ല. ഞാൻ ചെയ്താലേ വില്യൻ അടിക്കത്തുള്ളൂ. ഇതിനൊക്കെ വലിച്ചു കയറ്റിയ വെറുതെ എന്തു ഞാൻ ചെയ്യാം. ഫ്ലോപ്പാ. ഞാൻ ചെയ്യും. വേണ്ട, അഭിനയിക്കാനുണ്ട്. എന്താ, എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. ഇല്ല.
ചെയ്യാം. നാളെ ചെയ്യട്ടെ. നാളെ ചെയ്യട്ടെ. ശരിക്കും വീട്ടിൽ ഇതിന് ഡബിൾ അല്ലേ വരുന്നത്? അയ്യോ, ഇത് വീട്ടിലിങ്ങനെ അടി കൂടുവോ? അടിയിടാടില്ല. മേലുദ്രവം ചിലപ്പോഴൊക്കെ. തർക്കം കണ്ട് പേടിച്ചൊരു സിറ്റുവേഷൻ ഏതാ? അങ്ങനെ ഉണ്ടായിട്ടില്ല. ശ്ശെടാ. അതിനപ്പുറം അടിയാണ്. ആണോ? അവനൊരു കുഞ്ഞനിയത്തിയുണ്ട്. അപ്പൊ അവളുമായിട്ട് വഴക്കാവും എപ്പോഴും. Okay, നമുക്ക് എന്തായാലും ഇനി നിങ്ങളുടെ വേറൊരു പെർഫോമൻസ് കാണാം. നമ്മളിപ്പോ കുറെ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞ് പൊക്കി വെച്ചിട്ടുണ്ട് പൂപ്പിനെ. അപ്പൊ പൂപ്പി എക്സ്പ്രഷൻ ഇട്ട് എന്താ അടിപൊളിയാക്കിയ ഒരു പെർഫോമൻസിലെ പാപ്പയപ്പച്ചലെ അത് കാണാം. ഓക്കെ ഓക്കെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി അടുത്ത നിങ്ങളുടെ ഒരു പെർഫോമൻസ് കാണാം. ഒരു വെള്ളം പൊന്നും പോവും അല്ലെ? അതുകൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഈ ഒരു പാട്ടിന്റെ ഐഡിയ ഇപ്പൊ ഷെയ്ഖാന് തരുന്ന സമയത്ത് ആ പാട്ട് പാടുമ്പോൾ ആ വേരിയേഷൻസ് അത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് എവിടുന്ന ഐഡിയ വന്നേ? അങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ ആ ഒരു കുലുക്ക ആ ഒരു ഷേക്കിനകത്താണ് ഒരു വേരിയേഷൻ തോന്നിയത്. വിചാരിച്ചിങ്ങനെ അപ്പൊ അന്നേരം പ്ലാൻ ചെയ്തേ അത്. അന്നേരം അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പൂപ്പിയെ കൊണ്ട് ഇങ്ങനെ പാടിച്ച് അന്നേരം ടൈമിങ് ആക്കാവുന്നില്ല. ആക്ച്വലി ഞാനവിടെ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ ഈ പാടി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഷെയ്ക്കാൻ്റെ കൊടുത്ത് വരുമ്പോഴത്തേനും ടൈമിങ് ആക്കാന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബാക്കിൽ നിന്നത്. എന്നിട്ട് എനിക്കും തന്ന് അപ്പോഴത്തേക്കിനും സുജാത മാമിന് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഈ കുലുക്കുമ്പോ ആ ഒരു നിങ്ങളിങ്ങനെ പാട്ട് ഇപ്പൊ ഇത് കേട്ടല്ലോ, ഇത് കേട്ട സമയത്ത് ആ ഒരു ഒബ്സർവേഷൻ ആരുടെ ആയിരുന്നു, എങ്ങനെയാ വന്നത്? കാരണം മെയിൽ ആക്ടറിന് ഇത്ര ലിറിക്സ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മൊത്തം കൂവാണെന്നൊക്കെ ഉള്ള സാധനം. ലാസ്റ്റ് ഈ ഒരു കുക്കു നമ്മള് ശ്രദ്ധിക്കാറുണ്ട്. അതെല്ലാരും ശ്രദ്ധിക്കാറുണ്ട് തോന്നുന്നു ആ പാട്ടിനല്ലേ. അപ്പൊ നമ്മള് ചിന്തിക്കുമല്ലോ അത് പുള്ളിക്കാരി അതിനു വേണ്ടി മാത്രം വന്ന് നിന്നതാണോ, അത് മാത്രം പാടിച്ചാണോ. അപ്പൊ ലാസ്റ്റ് ഈ 4 വരി മറ്റേ ശോഭനേച്ചി പാടുന്ന ആ ഒരു പോർഷൻ വരുമ്പോ ശോഭന മാം വരുമ്പോ ആ 4 വരി പാടുന്നുണ്ട്. അപ്പൊ ആദ്യം ഇത്രയും കൂക്കു പാടിയിട്ട് ലാസ്റ്റ് ഈ 4 വരി പാടാൻ വേണ്ടി ആയിരിക്കും വന്നത് എന്ന് നമ്മള് ചുമ്മാ നമ്മള് തോട്ട് ആ രീതിയിലാണ് അത് ചെയ്തത്. പൂപ്പിയുടെ കരാട്ടയാണ് കാണാൻ പോകുന്നത്. ബ്ലാക്ക് ബെൽറ്റ് ആണോ? ഇടിക്കല്ലേ കയ്യിന് കിട്ടിയിട്ടുണ്ടോ? ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ കരാട്ടെ എന്തെങ്കിലും? പക്ഷെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അയ്യോടാ, വേറെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. വേറെ ആർക്കൊക്കെ എന്തൊക്കെ ആയോധന കലകൾ അറിയും? അതിന് ഫുട്ബോൾ അറിയാം. അതിന് പാട്ട് പാടാൻ അറിയാം. ആണോ? അറിയാം. പാടും. അതിനുശേഷം അത് എപ്പോഴും സ്കൂളിലൊക്കെ പോയി പാടാറുണ്ടെന്നൊക്കെ പറയും. കുറെ ഫാൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി തന്നെ വലിഞ്ഞു കയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ. തരക്കൊളുത്തുള്ളൊരാൾ ചേലർക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടു അത്രയും വെറ്റിലയിട്ട് വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ്.
സൂപ്പർ. ആ ഒരു ഗട്ട്സ് ആണ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സെറ്റോ. ഇനി നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചൊരു സമൂഹഗാനം കൂടി പാടിയിട്ട് നമുക്ക് വൈകുന്നേരം സമൂഹഗാനം വരെയുള്ള ഒറ്റയ്ക്ക് പാടാറുണ്ട്. ഏതാ കാറ്റാ? അത് വേണ്ട. എനിക്കറിയത്തില്ല പാട്ടിനൊക്കെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ പഠിച്ചിട്ടുള്ള ട്രോഫി വരെ ഉണ്ട്. പാടാം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീ, പൂവാടി തേടി അലഞ്ഞു നടന്ന ശലഭമായിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാൻ മനസ്സ് ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നിടാം, മഴ പോലെ എന്നിൽ പൊഴിയുന്ന നേർത്ത വെയിലായി വന്ന് മിഴിയിൽ തൊടുന്നു പതിവായി എന്നനുരാഗം, ഒരു കാറ്റ് പോലെ പുണരുന്ന നെഞ്ചിലിട പോലെ കൊഞ്ചിയൊരു കുന്നിലൻ മഴകേ എന്നനുരാഗം. മിണ്ടാതിരുന്നതല്ലേ, അതെന്താ അങ്ങനെ ഒരു കൈയടി. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കമ്മിങ്. എല്ലാ പരിപാടീസും അടിപൊളിയാണ്. അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് പാട്ടോട് കൂടി നമുക്ക് വൈൻഡ് ചെയ്യാം. പാടണം. എന്നും വന്നില്ല എന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം നീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തൊപ്പിൻ കിന്നരൻ, ആകാശത്തൊപ്പിൻ കിന്നരൻ. മണിവളം തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിക്കണതാരാണ്, മണിവളം തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിക്കണതാരാണ്, മുഴുതിങ്ങൾ ഉദിക്കണ മുകിലോരം മുരശൊരി മുഴക്കണതാരാണ്, മുഴുതിങ്ങൾ ഉദിക്കണ മുകിലോരം മുരശൊരി മുഴക്കണതാരാണ്, വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ, ഓ കളിയാടി പാടാൻ നേരമാ. മതി.